السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, ഇന്ന് നാം കഴിഞ്ഞുകൂടുന്നത് ഒരു പ്രത്യേകമായ വളരെയധികം ശ്രേഷ്ഠതയും പ്രത്യേകതയും ഉള്ള റമദാൻ മാസത്തിലാണ്. എൻ്റെ പ്രിയങ്കരായ ശ്രോതാക്കളോട് ഒരു അപേക്ഷ. നിങ്ങൾ എനിക്ക് വേണ്ടി എൻ്റെ ഈമാൻ സലാമത്താകാനും എൻ്റെ ദീർഘായുസ്സിനും ആഫിയത്തിനും അതുപോലെ തന്നെ എൻ്റെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരാനും ഹാസിലാക്കി തരാനും വേണ്ടി നിങ്ങളുടെ ദ്വാകളിൽ എന്നെ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് റമദാനിലും മറ്റുള്ള മാസങ്ങളിലും ദ്വായിൽ എന്നെ ഉൾപ്പെടുത്തണം, മറക്കരുത്. നമ്മുടെ വിഷയം ഇന്നു മുതൽ റമദാനിനെ പറ്റി, അതിൻ്റെ ഫാസ്റ്റിംഗ്, വ്രതം അനുഷ്ഠിക്കുന്നതിനെപ്പറ്റി, നോമ്പ് നോക്കുന്നതിനെ പറ്റിയാണ്. ഇൻഷാ അല്ലാഹു തആല ഏകദേശം ഈ മാസത്തിൽ ഇതിനെപ്പറ്റി മാത്രമായിരിക്കും ക്ലാസുകൾ. കാരണം ഈ മാസം വളരെയധികം പുണ്യങ്ങളേറിയ, വളരെയധികം ശ്രേഷ്ഠതയുള്ള മാസങ്ങളാണ്. ഈ മാസത്തെപ്പറ്റി, ഇതിലുള്ള നോമ്പിനെപ്പറ്റി ഖുർആൻ ഷരീഫിൽ ആയത്തുകളുണ്ട്. സൂറത്തുൽ ബഖറയിൽ 183 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വളരെ ഷോർട്ടായിട്ടാണ് അർത്ഥങ്ങൾ പറയുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് വ്രതം, നോമ്പ് നിർബന്ധമാണ്. നിങ്ങളുടെ പൂർവികർക്കും അത് നിർബന്ധമായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നവരാകാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ അനുസരിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടി. സൂറത്തുൽ ബഖറയിലെ 184 ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഅൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നോമ്പ് നോക്കല് അത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഇൻ കുൻതും തഅലമൂൻ, അതിനെപ്പറ്റി നിങ്ങൾ അറിയുകയാണെങ്കിൽ. ഇവിടെ ധാരാളം നമുക്ക് ചിന്തിക്കാനുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞത് നോമ്പ് എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതായത് നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയും തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു ദൂരത്താകാൻ വേണ്ടിയും അതുപോലെയുള്ള പല കാര്യങ്ങൾക്കും അവിടെ അള്ളാഹു പറഞ്ഞത് അതിനെപ്പറ്റി നിങ്ങൾ പഠിക്കണം എന്നാണ്. നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലാക്കാനുണ്ട് എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ അള്ളാഹു പറഞ്ഞു, 183 അൽ ബഖറയിൽ നോമ്പ് നോക്കല് നിർബന്ധമാണ് എന്ന്. 184 അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ, നോമ്പ് നോക്കല് നിങ്ങൾക്ക് വളരെ ഉത്കൃഷ്ടമാണ്, നല്ലതാണ്. പക്ഷേ അതിനെപ്പറ്റി നന്നായി നിങ്ങൾ പഠിച്ചിരിക്കണം എന്നാണ്. അതേപോലെ തന്നെ 185 അള്ളാഹു പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ തന്നെ, ഷഹ്റു റമളാനുല്ലദീ ഉൻസില
ഉൻസില ഫീഹിൽ ഖുർആൻ, ഈ റമദാൻ മാസത്തിൽ ഖുർആനിനെ, പരിശുദ്ധ ഖുർആനിനെ ഇറക്കപ്പെട്ട മാസമാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഹുദൽ ലിന്നാസ്, അത് ജനങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്ന, ജനങ്ങളെ തെറ്റുകളിൽ നിന്ന് അകറ്റുന്ന, അതുപോലെ തന്നെ നല്ല പാതയിലേക്ക് നയിക്കുന്ന ഈ റമദാൻ മാസം. അവിടെ അല്ലാഹു പരിചയപ്പെടുത്തിയത് ഖുർആന്, പരിശുദ്ധ ഖുർആന് ഇറക്കപ്പെട്ട മാസമാണ് എന്നാണ്. അപ്പോൾ അവിടെ ധാരാളം ചിന്തിക്കാനുണ്ട്. ആദ്യം ഈ പരിശുദ്ധ ഖുർആൻ എന്താണ്, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ അമാനുഷികത എന്താണ് എന്ന് നാം ധാരാളം പഠിക്കണം. കാരണം ആ മാസത്തിൽ ഇറക്കപ്പെട്ടതാണ് ഈ പരിശുദ്ധ ഖുർആൻ ആ മാസത്തിലാണ് ഇറക്കപ്പെട്ടത് എന്ന് അല്ലാഹു പറഞ്ഞു. ഈ പരിശുദ്ധ ഖുർആനെ പറ്റി നമ്മുടെ പഴയകാലത്തുള്ള മുഫസ്സിരീങ്ങൾ കണക്കില്ലാത്ത കോടികൾ വാല്യങ്ങളുള്ള ഒരുപാട് അനേകം അതിൻ്റെ തഫ്സീറുകൾ, വ്യാഖ്യാനങ്ങൾ, വിശദവിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. എത്രയോ വാല്യങ്ങളുള്ള തഫ്സീറുകൾ അതിന് വ്യത്യസ്തരായ മഹാത്മാക്കളായ പണ്ഡിതർ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ശേഷം വന്ന ഒരുപാട് ഉലമാക്കളും ഇന്ന് പല ഗവേഷകരും ശാസ്ത്രജ്ഞരും ഇതിനെപ്പറ്റി ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞരിൽ പലരും, ഗവേഷകരിൽ പലരും മുസ്ലിമുകൾ അല്ല. എന്നിട്ട് പോലും ഈ വ്രതത്തിൻ്റെ, നോമ്പനുഷ്ഠിക്കുന്നതിൻ്റെ, അതിൻ്റെ ഗുണങ്ങൾ, ആരോഗ്യപരമായ ഗുണങ്ങളെപ്പറ്റി ധാരാളം ഗ്രന്ഥങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നാം മനസ്സിലാക്കിയിരിക്കണം. എന്നാലേ റമദാൻ മാസം എന്താണ് എന്ന് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സിയാമു ജുന്ന, ഈ നോമ്പ് അത് ഒരു പരിചയാണ്, ഒരു കവചമാണ് എന്ന് ഹദീസുണ്ട്. അതായത് പലജാതി തെറ്റുകളെ, കുറ്റങ്ങളെ തടയുന്ന, അവയെ അകറ്റുന്ന, അവയെ ഇല്ലാണ്ടാക്കുന്ന ഒരു പരിചയാണ്, ഒരു കവചമാണ്. അതേപോലെ തന്നെ പലജാതി വ്യത്യസ്തമായ രോഗങ്ങളെ തടയുന്ന ഒരു കവചമാണ് അത്. ഈ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ, കുറ്റങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം, ഈ പലരും സിഗരറ്റും ബീഡിയും വലിക്കുന്നവരുണ്ട്. ഈ റമദാൻ മാസത്തിൻ്റെ പകലിൽ പരിപൂർണമായും നിർത്തും. ഈ സിഗരറ്റ്, ബീഡി കൊണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ആരോഗ്യത്തിന് ഹാനികരമായ, ഒരുപാട് മാരകവും അല്ലാത്തതുമായ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ സിഗരറ്റ് മാത്രമല്ല, സ്മോക്കിംഗ് മാത്രമല്ല, സിഗരറ്റ് വലിയോ ബീഡി വലിയോ മാത്രമല്ല, അതിനെ ശ്വസിക്കുന്നവർക്കും ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു. ശാസ്ത്രജ്ഞർ പറയുന്നത് എല്ലാ വർഷവും 60 ലക്ഷം ആൾക്കാർ ഈ സിഗരറ്റ്, ബീഡി വലിച്ചത് മുതൽ, അങ്ങനെ അത് വലിക്കുന്നത് കൊണ്ട് അവർ മരിച്ചു വീഴുന്നു. അതിനെ ശ്വസിക്കുന്നവർക്ക്, അതിൻ്റെ പുക ഏൽക്കുന്നവർ 6 ലക്ഷം ഓരോ വർഷവും മരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ
പറയുന്നു. അത്രമാത്രം പ്രശ്നമാണത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ വരെ അത് തടയുന്നു. പലരും റമദാൻ മാസത്തിൽ സിഗരറ്റ് വലിയും ബീഡി വലിയും നിർത്തി, പിന്നെ തീരെ വലിക്കാതെ നിർത്തിയവരും ഉണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂമു തസഹു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക എന്നിട്ട് ആരോഗ്യം നേടുക എന്ന്. ഇൻഷാ അല്ലാഹു തആല ഇതിൻ്റെ വിശദ വിവരങ്ങളായിരിക്കും അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തെറ്റിക്കാതെ എല്ലാവരും ക്ലാസ് നന്നായി കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.